ശ്രീ ഷാഫി ചാലിയം, വഖഫ് ബോർഡ് എന്ന പേരിൽ ഭൂമാഫിയ പാവങ്ങളെ കൊള്ളയടിക്കുകയായിരുന്നു. അതിന് അറുതി വന്നിരിക്കുന്നു. ഇനി പിന്നാക്കക്കാരായ പാവപ്പെട്ടവരായ മുസ്ലിങ്ങൾക്ക്, പശ്ചാന്ത മുസ്ലിങ്ങൾക്ക്, മുസ്ലിം വിധവകൾക്കൊക്കെ യഥാർത്ഥത്തിലുള്ള സാമൂഹ്യനീതി ലഭ്യമാകാൻ പോവുകയാണ് എന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് സമരം ചെയ്യുകയാണോ? അല്ല, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം അദ്ദേഹം പതിവായി നടത്തിവരുന്ന ഹേറ്റ് സ്പീച്ചിൽ ഒന്നാണ്. അതിനങ്ങനെയേ കാണാൻ സാധിക്കുള്ളൂ. അദ്ദേഹം ഇന്ന് പ്രസംഗത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ, അത് ഇവർ കൊണ്ടുവന്ന ഭേദഗതിയിൽ ഏത് ഭേദഗതിയിലൂടെയാണ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എന്തോ കിട്ടാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ദളിതരെ, ആദിവാസികൾ, അവരൊക്കെ ഭൂമി എന്താണ്, ആരാണിതിൽ മാഫിയ? വഖഫ് ബോർഡാണ് മാഫിയ. വഖഫ് ബോർഡ് അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് കീഴിൽ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡിയാണ് സെൻട്രൽ വഖഫ് ബോർഡ്. അതാത് സംസ്ഥാനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് എ പാർട്ട് ഓഫ് ഗവൺമെൻറ്. തൻ്റെ ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു സംവിധാനം ഏറ്റവും വലിയ മാഫിയയാണെന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ ഈ പ്രധാനമന്ത്രി എന്തുമാത്രം നമുക്ക് നാണക്കേടാണ്. എവിടെയാണ് വഖഫ് ബോർഡ് എൻക്രോച്ച് ചെയ്തത്? അതിൻ്റെ ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ. നമ്മളെ മുമ്പിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ ഭാഗങ്ങളാണ്. അതിലെന്താ പറയണത്? അതിൽ പറയുന്നു എത്രയോ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു. ഈ അന്യാധീനപ്പെട്ടതിൻ്റെ വൻ കണക്കാണ് സച്ചാർ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഹ്മാൻ ഖാൻ കമ്മീഷൻ ചെയർമാനായിക്കൊണ്ട് പഴയ ഡെപ്യൂട്ടി സ്പീക്കർ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഉണ്ടായത്. ആ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി രാജ്യമാസകലം സഞ്ചരിച്ച് അന്നത്തെ ഇന്ത്യയിലെ 30 സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച് എല്ലാ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ച് ആണ് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഐക്യകണ്ഠേന യുനാനിമസായി വെച്ച ഭേദഗതികളാണ് 2013 പാസ്സാക്കിയത്. അത് ക്രൂരമായതും വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടത്, ഇന്നത്തെ പ്രൈം മിനിസ്റ്ററുടെ വാദത്തിന് മറുപടി പറയേണ്ടത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ്. പിന്നെ അതിൽ പറയേണ്ട ഒരാൾ നിർഭാഗ്യവശാൽ ജീവിച്ചിരിപ്പില്ല, സുഷമ സ്വരാജാണ്. സുഷമ സ്വരാജും രാജ്നാഥ് സിംഗും അന്ന് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരടക്കം അംഗീകരിച്ച യുനാനിമസായ JPC റിപ്പോർട്ടാണ് അന്നത്തെ ഗവൺമെൻറ് അംഗീകരിച്ചത്. അത് മനസ്സിലാക്കണം. പിന്നെ സച്ചാർ കമ്മീഷൻ്റെ ഒരു വിലയിരുത്തലുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ പട്ടിണിയും വിദ്യാഭ്യാസ നിരക്ഷതയും പരിഹരിക്കാൻ ഈ വഖഫ് സ്വത്തുക്കളെ അന്യാധീനപ്പെടാതെ അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഗവൺമെൻറ്റിലെ ബജറ്റ് പോർഷൻ്റെ ആവശ്യം പോലുമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊക്കെ അന്യാധീനപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. ശരി, ഇവിടെ ഇവർ കൊണ്ടുവന്ന ഈ വഖഫ് ഭേദഗതിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പറഞ്ഞ ആനുകൂല്യം ഏത് ഭേദഗതിയിലൂടെ ആർക്കാണ് കിട്ടുക? അതാണ് നമുക്കോട് പഠിക്കാനുള്ളത്. ഇത് സത്യത്തിൽ ഈ പ്രസംഗം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിലൊരു ഇൻറ്റൻഷനുണ്ട്. അത് വരാൻ പോകുന്ന സുപ്രീം കോടതിയെ സ്വാധീനിക്കലാണെന്ന് പോലും സംശയമുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ ഈ കേസ് നിൽക്കുകയാണ്. ഇതിൽ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 25, 26, 14, 15 ഒക്കെ ലംഘനമാണെന്ന് എല്ലാ ഇന്ത്യയിലെ BJP ഒഴികെയുള്ള കക്ഷികൾ മൊത്തം തന്നെ പോയിരിക്കുന്നു. BJPൻ്റെ കൂടെ ഈ ഗവൺമെൻറ് പിന്താങ്ങുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി പോലും, അതുപോലെ തന്നെ ഭുവനേശ്വറിലെ ഒറീസയിലെ ബിജു ജനതാദൾ അടക്കം എല്ലാവരും തന്നെ കേസിന് പോയിരിക്കുകയാണ്. ഇവരൊന്നും മണ്ടന്മാരല്ലല്ലോ. കാരണം ഭരണഘടന ഭേദഗതി ചെയ്യാനേ തീരും. ഭരണഘടന പൊളിച്ച് ചെയ്താലുള്ള അധികാരം ആർക്കില്ല. 99-ാം ഭരണഘടന നമ്മുടെ ആ കമ്മീഷൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. 20 സ്റ്റേറ്റ് പോലും അംഗീകരിച്ചതാണ്, പ്രതിപക്ഷവും സഹകരിച്ചതാണ്. എന്നിട്ടും സുപ്രീം കോടതി എന്താ ചെയ്തത്? തള്ളിക്കളയാണ് ചെയ്തത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ജർമ്മനിയിലേക്ക് തുല്യമായിട്ടുള്ള, അവിടെ അന്ന് ന്യൂറൻബർഗ് ലോ ആണ് ഹിറ്റ്ലർ ഉപയോഗിച്ചത്. ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ആണ് ജൂതന്മാരെ ശരിയാക്കിയത്. ജൂതന്മാരെ ഡോക്ടർമാർ മറ്റു സമുദായക്കാരെ ചികിത്സിക്കുക. അല്ല, ഒന്ന് ഒരു മിനിറ്റ് കൊണ്ട് തീർത്തുതരാം. ഓരോന്നെടുത്ത് നോക്കൂ. ഓരോരോ ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി നടത്തിയ ഓരോരോ ശ്രമം,
അവിടെ മിനിസ്ട്രി ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രാലയം തന്നെ ഉണ്ട്. നുണപ്രചാരണ മന്ത്രാലയം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മന്ത്രിയുടെ പേരാണ് ഗീബൽസ്. ഇന്നും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു മന്ത്രാലയം ഇല്ലെങ്കിലും കിരൺ റിജ്ജു എന്ന ഇവിടുത്തെ ഈ പിന്നെ ഹോമിൻ്റെ ചുമതലയുള്ള മന്ത്രി, ആ മന്ത്രി പാർലമെന്റ് അകത്ത് പറഞ്ഞ കള്ളത്തരം എന്താ പറഞ്ഞത്? പാർലമെന്റ് പോലും വഖഫാണെന്ന് അവകാശപ്പെടുന്നു. ആരവകാശപ്പെട്ടു? ഞാൻ അഭിലാഷിന് ഒരു പിന്നെ ഡോക്യുമെന്റ് അയച്ചിട്ടുണ്ട്. 123ഓളം ഡൽഹിയിൽ മാത്രം 123ഓളം എന്തുണ്ട് പള്ളികളെ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് പൈതൃക സംരക്ഷണ പട്ടികയിൽപ്പെടുത്തിയിരിക്കുകയാണ്. അത്രയും പൗരാണിക. നമുക്കറിയാം പണ്ട് കാലത്ത് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ജനങ്ങൾ വാസമുള്ളൂ. ഇന്നത്തെ ജാർഖണ്ഡും ഉത്തരാഖണ്ഡും ഉത്തരാഞ്ചലും ഒക്കെ കൊടും കാടുകളാണ് ആ കാലത്ത്. ആ നാട്ടിലുണ്ടാക്കിയ പള്ളികളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരങ്ങളില്ല. അതിനകത്ത് നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ മുസ്ലിങ്ങൾ ഗതികെട്ട് റോട്ടിലും മൈതാനങ്ങളൊക്കെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് UPA ഗവൺമെന്റ് ഒരു അനുമതി കൊടുത്തു നിസ്കരിക്കാൻ വേണ്ടി മാത്രം. പാർലമെന്റിന്റെ മുന്നിലുള്ള 500 വർഷം മുമ്പുള്ള ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയെ പരാമർശിച്ചുകൊണ്ടാണ് പാർലമെന്റ് തന്നെ വഖഫാണെന്ന് അവകാശം വന്നു എന്ന് ഒരു മന്ത്രി പച്ച കള്ളം തട്ടിവിടുന്നത് മനസ്സിലാക്കണം. ആദ്യം ഇത്തരത്തിലുള്ള കിരൺ റിജ്ജുമാരെ ഇറക്കിക്കൊണ്ട് കള്ളത്തരം പ്രചരിപ്പിക്കുക. അവസാനം ഈ പുള്ളി തന്നെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇത് പച്ചക്ക് വിളിച്ചു പറയാം. എത്ര ഈ രാജ്യത്തിലെ ജർമ്മനിയിലെ ജൂതന്മാർ അനുഭവിക്കുന്ന പോലെ ഓരോന്നായി മുസ്ലിങ്ങളെ എല്ലാം എടുത്ത് സ്ഥലങ്ങളുടെ പേര് മാറ്റുക, കൾച്ചറൽ ഐഡന്റിറ്റി പോക്കുക. അഭിലാഷേ, ഇതിന്റെ ഒരു രൂക്ഷത എത്ര പക്ഷേ അങ്ങ് മാത്രം ചർച്ച നടക്കില്ല. അതുകൊണ്ടാണ് മറുഭാഗത്തു നിന്നുള്ളത് കേട്ടിട്ട് താങ്കൾക്ക് മറുപടി പറയാലോ. അങ്ങനെയല്ലേ നമ്മളൊരു ചർച്ച നടത്തുക.